ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് Realme GT Neo 3 150 വാട്ട്സിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. സോ ഓൾറെഡി ഉള്ള Realme GT Neo 2-നേക്കാളും കുറച്ചുകൂടി വലിയ ബോക്സ് ആണ്, കാരണം ഇതിൻ്റെ അകത്ത് ഒരു 150 വാട്ട്സിൻ്റെ ചാർജർ ബ്രിക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു അൺബോക്സിംഗ് ആൻഡ് ഷോർട്ട് റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. സോ അതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം. ഇതൊരു ഏണിംഗ് വെബ്സൈറ്റ് ആണ്. ബെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കാശ് നേടാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. സോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാടധികം ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ക്യാസിനെ പോലത്തെ ഒരുപാടധികം ഗെയിംസ് ഉണ്ട്. ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നെയിമും അതോടൊപ്പം മെയിൽ അഡ്രസ്സും നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ തന്നെ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഒരു ലിങ്ക് വരും. സോ അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനകത്ത് കളിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. സോ മാസം 77 പ്രൊമോഷൻസിൻ്റെ അകത്ത് നിങ്ങൾക്ക് സൈനപ്പ് ബോണസിൻ്റെ അകത്ത് 20,000 രൂപ 2,000 രൂപ നിങ്ങൾക്ക് സൈനപ്പ് ബോണസായിട്ട് ലഭിക്കും. അതോടൊപ്പം ഡെപ്പോസിറ്റ് ബോണസായിട്ട് 50% ലൂസിങ് കമ്മീഷനും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. 15% ആണ് നിങ്ങൾ INR ഒരു 5,000 അല്ലെങ്കിൽ ഒരു 49,000. അതിൻ്റെ അകത്ത് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% വരെ നിങ്ങൾക്ക് 15% വരെ ലൂസിങ് കമ്മീഷൻ ആഴ്ചയിൽ ലഭിക്കുന്നതാണ്. പിന്നെ ഒരുപാടധികം റെഫറൽ ബോൺസും കാര്യങ്ങളും ഉണ്ട്. സോ ലിങ്ക് ഈസ് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക, ചെക്കൗട്ട് ചെയ്യുക. സോ നമുക്ക് നേരെ നമ്മുടെ Realme GT Neo 3 അൺബോക്സിംഗിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ Realme GT Neo 3 ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. സെയിമസ് നേരത്തെ കാണിച്ച പോലെ നമ്മുടെ കഴിഞ്ഞ വർഷം ഇറക്കിയ സെയിം സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിംഗ് പാക്കേജ് ആണ്. ആദ്യത്തെ ടോപ്പ് ഷെയിൽ എടുത്ത് മാറ്റാം. ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ആണ് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്മാർട്ട് ഫോൺ എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബോക്സിൻ്റെ ടോപ്പ് ഷെയിൽ മാറ്റി ഇതിനകത്ത് ഇനി എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഒരു സിലിക്കൺ കേസ്, ഇതിന് കുറച്ച് ഡാർക്ക് ഫിനിഷുള്ള ഒരു സിലിക്കൺ കേസ് ആണ്. പിന്നെ ഒരു സിമുലേഷൻ, പിന്നെ നമ്മുടെ 150 വാട്ട്സിൻ്റെ ചാർജറും USB Type-C കേബിളും നമ്മുടെ ബോക്സിനകത്ത് ഇൻക്ലൂഡ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. സോ Type-C to Type-C ആയിട്ടുള്ള ചാർജറാണ്. ദാറ്റ് ഈസ് സോ ഗുഡ്, കാരണം കുറച്ചൊരു അപ്ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. സോ നോർമൽ അവരുടെ 65 വാട്ട് ചാർജിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 150 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ Xiaomi ഇവിടെ 120 വാട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ Realme ഇവിടെ അവരെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് 150 വാട്ട്സിൻ്റെ ചാർജർ കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ബീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരിക്കും. കാരണം ഇവർ 15 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഫുള്ളി ചാർജ് ചെയ്തിരിക്കും. നമ്മുടെ Xiaomi കണക്കല്ല. സോ Xiaomi 15 മിനിറ്റ് എന്ന് പറഞ്ഞത് 20 മിനിറ്റ് 21 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാടധികം കംപ്ലയിൻസും വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ. സോ അതൊക്കെ അവർ അപ്ഡേറ്റിൽ തന്നെ സോൾവ് ചെയ്തും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ നമ്മുടെ Realme GT Neo 3 നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചാർജർ കുറച്ച് വെയിറ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ Type-C to Type-C ആണ് കൊടുത്തിട്ടുള്ളത്. സോ ചാർജറിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് നേരെ പോകും. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ, അതായത് Realme GT Neo 3 എന്ന് പറയുന്നത്. ഇതിലിരിക്കുന്ന ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ ബ്ലൂ വേർഷനും അവൈലബിൾ ആണ്. അത് കുറച്ചുകൂടെ സ്ട്രിപ്സ്, അതായത് നമ്മൾ ഓൾറെഡി കണ്ട ഗ്രീൻ കളറിനേക്കാളും കുറച്ചുകൂടെ സ്ട്രൈപ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വേരിയൻ്റ് ആണ്. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. സോ ഇതിൻ്റെ ഒരു ഡിസൈൻ ആൻഡ് ബിൽഡൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടലി ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഇതിനകത്ത് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നല്ലൊരു കിഡിലൻ പ്രോസസ്സർ, അതായത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മീഡിയാടെക്കിൻ്റെ Dimensity 8100 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ല കാര്യം തന്നെയാണ്. 6GB റാം വേരിയൻ്റ് ആണ് വരുന്നത്. ഗെയിംസ് കളിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഹീറ്റിങ്ങും കാര്യങ്ങളും ഒന്നും വരുന്നില്ല, കാരണം ഇതിൻ്റെ കുറച്ചുകൂടെ കൂടിയ വേരിയൻ്റ് ഉണ്ട്. 8GB റാം ഉണ്ട്. സോ അതൊക്കെ എടുക്കാം. അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ബട്ട് ഇപ്പോൾ നമുക്ക് 6GB റാം വേരിയൻ്റ് അവൈലബിൾ ആണ്. 6.7 ഇഞ്ചസിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. 128 റിഫ്രഷ് റേറ്റ് ഉണ്ട്. Gorilla Glass 5 പ്രൊട്ടക്ഷൻ ആണ്. ബെസെല്ലസ് വിത്ത് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. മെയിൻ ക്യാമറ 50 മെഗാ പിക്സലിൻ്റെ ആണ്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ മൈക്രോ ക്യാമറയും 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് 150 വാട്ട്സിൻ്റെ ചാർജർ ആണെങ്കിലും 5000 mAh ഒരു ബാറ്ററിയും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. സോ ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ അല്ല, ഒരു ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് റിവ്യൂ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ.